നമസ്കാരം. സുഭാഷിതം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതലായി സുഭാഷിതം തുടങ്ങിയിട്ട്. അങ്ങനെ 2000 ദിവസങ്ങൾ പൂർത്തിയാകാൻ പോവുകയാണ്. ഒരു 6-7 മാസത്തിനകം 2000 സുഭാഷിതം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ഈശ്വര നിശ്ചയമാണ്. അപ്പം സുഭാഷിതം എന്ന് പറഞ്ഞാൽ നല്ല കുറേ അറിവുകളാണ് സുഭാഷിതത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും 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 അറിവുകൾ ലഭിക്കുന്നത്. അറിവുകൾ ഒരിക്കലും മൂടി വയ്ക്കാൻ പാടില്ല. അപ്പം എല്ലാവരും ഈ സുഭാഷിതത്തിൽ കൂടെ ഒരു മെസ്സേജുകളും നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ ജീവിതം എത്രയോ ധന്യമാക്കാൻ കഴിയും. എല്ലാവരും അതുപോലെ ഈ സുഭാഷിതം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നാണ് പറയുന്നത്. അത് ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാനായാലും ഇതിൻ്റെ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഇത് സുഭാഷിതം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3-4 പേരുടെ ജോലിയാണ് ഈ സുഭാഷിതം. എഴുതിത്തരുന്ന PMN ചേട്ടനായാലും ഒരുപാട് നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ സമയങ്ങളെല്ലാം ഈ സുഭാഷിതത്തിന് വേണ്ടി, പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം ഞാനായാലും എൻ്റെ സമയവും കുറേ സമയങ്ങളിൽ സുഭാഷിതത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പം നമ്മളൊന്നും മോഹിച്ചോ ഒന്നും ചെയ്യുന്നതല്ല. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്തായാലും 2000 കഴിഞ്ഞാൽ അത് നിർത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഇത്, എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാവരും ഇത് യൂട്യൂബ് ചാനലായാലും ഫേസ്ബുക്കായാലും അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പം അതാരും മടിക്കാതെ ചെയ്യുക. അപ്പം എനിക്ക് പ്രോത്സാഹനം തന്ന എല്ലാവരോടും എൻ്റെ നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇനിയും നല്ല നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുഭാഷിതം 1763 ദിവസം. സമർപ്പണം ശ്രീ PMN നമ്പൂതിരി. അവതരണം ഗീതാ K നമ്പൂതിരി, ആലക്കോട്ടില്ല. ഉത്പാദസ്യ പ്രസിദ്ധത്വാ ദജം സർവമുദാഹൃതം നജ ഭൂതാദബോധസ്യ സംഭവോസ്തി കഥഞ്ജന. അർത്ഥം: വിവേകികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് എല്ലാം അജമായ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സത്തായ ഒരു വസ്തുവിൽ നിന്ന് അസത്തായ ഒരു വസ്തു ഉണ്ടാകുകയുമില്ല. ഹരി ഓം. നന്ദി, നമസ്കാരം.